ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. ആ സമയത്ത് ഇത് വർക്കാവും എന്നാണ് പറയുന്നത്. യെസ്, കമോൺ കമോൺ. 190 കഴിഞ്ഞിട്ട് സ്ലോ ആവുന്നു. മഹീന്ദ്ര XEV9e. ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം XUV700ൻ്റെ ഇലക്ട്രിക് മുഖമാണെന്ന് പറയാം. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അതേപോലെ തന്നെ ഒരു EV വെർഷൻ വരും എന്നായിരുന്നു. പക്ഷേ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ പ്ലാറ്റ്ഫോമിനകത്ത് വന്നു, പുതിയ സ്റ്റൈലിൽ കൊണ്ടുവന്നു. കണക്റ്റിംഗ് DRL യൂണിറ്റുകളും ഹെഡ് ലാമ്പും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടും മെഡാസ് ഫീച്ചേഴ്സും ഒക്കെ ഉൾപ്പെടുത്തി പുതിയൊരു പ്ലാറ്റ്ഫോം, അതായത് ഒരു പുതിയ ബ്രാൻഡായിട്ട് ഇൻഫിനിറ്റി എന്ന് പറയുന്ന, അതായത് അവരുടെ BE എന്നാണ് എഴുതുക, പക്ഷേ B എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനകത്ത് കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുമായിട്ട് വന്നിട്ടുള്ള ഒരു വാഹനമാണ് XEV9e. പക്ഷേ ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈഡ് ടെസ്റ്റ് എങ്ങനെയുണ്ട്, ഹാൻഡ്ലിങ് എങ്ങനെയുണ്ട്, സ്പീഡ് എടുക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ചെക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇനിയൊരു കാര്യം പറയാനുള്ളത്, ഇതുവരെ ഇൻവോൾവ് വണ്ണ് വാങ്ങാത്ത ആളുകൾ ഇൻവോൾവ് വണ്ണൊന്ന് വാങ്ങി പരിശോധിക്കണം എന്നുള്ളൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനകത്ത് നല്ലൊരു സ്മെല്ല് ജനറേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇൻവോൾവ് വണ്ണ്. വ്യത്യസ്ത തരം ഫ്രാഗ്രൻസ് ഉണ്ട്. മസ്ക്, ഫ്രഞ്ച് വുഡ്, സിട്രോൺ, സിട്രസ് അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്രാഗ്രൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഏറെക്കുറെ ഒരു 400 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 2 മാസം 3 മാസക്കാലങ്ങളൊക്കെ നമ്മുടെ വാഹനത്തിനകത്ത് ഇത് ഉപയോഗിക്കാം. ഒരുപാട് ആളുകൾ ഇതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴേ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനിരിക്കുന്നത് പാസഞ്ചർ സൈഡിലാണ്. അത് പ്രധാനപ്പെട്ട കാരണം ഇവിടെ പാസഞ്ചറിനും ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതിനല്ല ഇതിനകത്ത് വർക്ക് ചെയ്യുക, ഇതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്, അപ്പുറത്ത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഉണ്ട് എന്നുള്ളതാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. പിന്നെ അതിനകത്ത് ഒരു ക്യാമറ, ഇവിടെ നേരത്തെ നമ്മൾ BE6 കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാമറയുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സെൽഫീസും എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. സേവ് ചെയ്ത് വെക്കാം. ഗാലറി റീസെൻ്റ്ലി ആഡഡ് ഫോട്ടോസൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ എടുത്ത ഫോട്ടോസ് ഒന്നും കാണാൻ പറ്റില്ല. ചില എലമെൻറ്റുകളൊക്കെ XUV700നോട് വളരെ പെട്ടെന്ന് സാദൃശ്യം തോന്നിയേക്കാം. പാർക്ക് ബട്ടൺ, ഈ ഒരു ഭാഗം ഒക്കെ കാണുന്ന സമയത്ത് ആ ഒരു തോട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു ബട്ടണുകൾ, ഈ ബട്ടണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ് ബട്ടൺ ടൈപ്പാണ്. പക്ഷേ ഇതിൻ്റെ അത്ര വലിയൊരു ഫാനല്ല ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ശ്രദ്ധ മാറിയിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം. ഇനി ഇവിടെ 360 ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ വ്യൂ കാണാം. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കാണിക്കുന്ന വണ്ടിയുടെ കളർ ബ്ലൂ ആണ്. നോക്കിയാ എടാ, പക്ഷേ ഇതെന്താ അറിയോ, ബ്ലൂ ആണെന്ന് ഞാൻ രസം എന്ന് പറയാൻ കാരണം അങ്ങനെ ബ്ലൂ കൊടുത്തത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. നിന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് ബ്ലൂ കൊടുത്താണോ എന്നറിയില്ല. സാധാരണ ഇതിൽ വൈറ്റ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രേ കളറൊക്കെ കൊടുക്കാറുണ്ട്. ഇതെന്താ ബ്ലൂ കൊടുത്ത്, ഒരു വെറൈറ്റി പിടിച്ചാണ്, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയർ ഇതാണ്. സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടബിളാണ്. ഡ്രൈവർ സൈഡ് ഇലക്ട്രിക്കൽ മാനേജ് ചെയ്യാം, എന്നാൽ ഇത് ഇലക്ട്രിക്കലി പറ്റൂല. ഡോൾബി സറൗണ്ട് സിസ്റ്റം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇല്ലുമിനേഷനുള്ള ഇൻഫിനിറ്റി റൂഫ് വന്നിട്ടുണ്ട്. അതൊക്കെ നൈസാണ് അല്ലേ, നല്ല ഡീസൻ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഒരു GLE കൂപ്പയൊക്കെ പോലെയുള്ള ഒരു സ്റ്റൈലാണ്. ആ ഒരു സ്റ്റൈൽ കൂപ്പയിലാണ് ക്രമീകരിച്ചുള്ളത്. ടെയിൽ നല്ല ഭംഗിയുണ്ട്, ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. XUV9ൻ്റെ ബാഡ്ജിങ്ങും. പിന്നത്തെ ഒരു കാര്യം, വലിയ ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിനകത്തുള്ളത്. വലിയ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 ലിറ്ററോളം ബൂട്ട് കപ്പാസിറ്റി ഈ വാഹനത്തിനകത്തുണ്ട്. വലിയ ബൂട്ട് സ്പേസ് എന്ന് പറയേണ്ടി വരും. ആ തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് തന്നെ സീറ്റിനൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ബൂട്ട് സ്പേസ് പിന്നെയും 1000ൻ്റെ അടുത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും എന്നുള്ള ഒരു ഓപ്ഷനും ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് XEV9e എന്ന് പറയുന്ന മോഡൽ. അതായത് നേരത്തെയൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള XUV700യുടെ ഇലക്ട്രിക് വേരിയൻറ്റ് 5 സീറ്ററാണ്. അതുപോലെ തന്നെ 79 kWh ഒരു ബാറ്ററി പാക്കാണ് ഇതിനകത്ത് ടോപ്പ് വേരിയൻറ്റിൽ വരുന്നത്. 210 kW പവർ ഉൽപ്പാദിപ്പിക്കും, 300 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കും. ലെസ് ദാൻ 7 സെക്കൻഡ് കൊണ്ട് 0 to 100 ടച്ച് ചെയ്യും. ഇനി നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം. ആദ്യം നമ്മൾ ഓടിക്കാൻ പോകുന്നത് ഫാസ്റ്റ് ട്രാക്കിലാണ്. എത്ര സ്പീഡ് നമുക്കിത് പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. പിന്നെ നമ്മൾ റോട്ടിലേക്ക് ഇറക്കിയിട്ട് അതും ഒന്ന് നോക്കാം. റോഡിൽ ഓടിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട്, മാനുവറബിലിറ്റി എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്യാം. ഫാസ്റ്റ് ട്രാക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി കാണിക്കാം. ഇതിനകത്ത് 2 പാർക്കിംഗ് മെത്തേഡുകളുണ്ട്. ഒന്ന് ഓട്ടോ പാർക്കിംഗ്, ഒന്ന് കീ ഫോബ് ഉപയോഗിച്ചുള്ള പാർക്കിംഗ്. അത് ഇതിനകത്തുണ്ട്, BE6 ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇത് കാണിക്കാം. മെനുവിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോ പാർക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇതാ ഇതിൽ നമ്മൾക്കിപ്പോൾ വിർച്വലാണോ ഡ്രൈവ് ഔട്ടാണോ ഏതോ വേണ്ടി നോക്കാം. വിർച്വൽ സെലക്ട് ചെയ്യാം. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പിൽ നമുക്ക് പാർക്ക് ചെയ്യണം, പാരലലി വേണോ, അതിങ്ങനെ ചെരിച്ചിടണോ, അതോ പോക്കറ്റ് പാർക്ക് ചെയ്യാം, അത് ഏത് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെരിച്ചിടാനുള്ള കൊടുത്തു. എന്നിട്ട് നമുക്ക് സ്ഥലം സെലക്ട് ചെയ്യാം.
ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തേക്കണ്, ഇവിടേക്ക് വെച്ചേക്കണം. ഓക്കെ, അവിടെ എവിടെയും വണ്ടി ഇല്ലാത്തതുകൊണ്ട് സേഫാണ്. കൺഫേം കൊടുത്തു. കൺഫേം കൊടുക്കുന്ന സമയത്ത് 2 ടൈപ്പ് വയ്ക്കും. പാർക്ക് വിത്ത് കീ ഫോബ്, സ്റ്റാർട്ട് പാർക്കിംഗ്. സ്റ്റാർട്ട് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് പാർക്ക് ചെയ്യും. കീ ഫോബ് ആണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് കീ ഫോബ് ഉപയോഗിച്ച് പാർക്ക് ചെയ്യാം. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു ടൈറ്റ് പാർക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കീ ഫോബ് ഉപയോഗിച്ച് പാർക്ക് ചെയ്യാൻ പറ്റും. കാരണം കയറി ഇതായി കഴിഞ്ഞാൽ പിന്നെ ഡോർ തുറക്കേണ്ട ആവശ്യമില്ലാത്ത അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഈ സ്റ്റാർട്ട് പാർക്കിംഗ് കൊടുക്കട്ടെ, ഞാൻ സ്റ്റാർട്ട് പാർക്കിംഗ് കൊടുത്ത് യെസ്, വണ്ടി പോകണു. ഓട്ടോമാറ്റിക്കാണ്, ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ആവശ്യമുള്ളത്ര ദൂരം എടുത്തു. ഫ്രണ്ടിലത്തെ ക്യാമറ ആക്ടിവേറ്റഡ് ആണ്. മ്യൂസിക്കൊക്കെ വന്നിട്ടുണ്ട്. അത് ക്യാമറ ഓണായത്. ഈ ഇതിലേക്കാട്ടോ പോണത്. അപ്പോൾ അത് അങ്ങനെ ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് മോഡാണ് വർക്ക് ചെയ്യണമെന്ന് ഇവിടെ വണ്ടിമ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റിവേഴ്സ് മോഡിലാണ്. ആർ മോഡ്, നേരത്തെ ഡ്രൈവ് മോഡായിരുന്നു. അപ്പോൾ ഡ്രൈവ് മോഡ്. സ്റ്റിയറിംഗ് വീലൊക്കെ നോക്കിയാൽ ബ്രേക്കും കാര്യങ്ങളും ഒക്കെ ഓട്ടോമാറ്റിക്കാണ്. ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സമയം വരെ കാണിക്കണ്ട. 6ൻ്റെ ചുറ്റിലും ഇങ്ങനെ വൃത്തം കണ്ട കറക്റ്റായി പാർക്കായി, പാർക്കിംഗ് കംപ്ലീറ്റഡ് എന്ന് കാണിച്ചു. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇനി ഞാൻ രണ്ടാമത്തെ മെത്തേഡ് കാണിക്കാം. വീണ്ടും ഞാൻ പാർക്കിംഗ് ആക്ടിവേറ്റ് ചെയ്യാണ്. സെലക്ട് ചെയ്തു. ഞാൻ നേരത്തെ ഇട്ട് അതേപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്ട്രൈറ്റ് ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടാൻ പോവാം. ഇതിനെ പിടിച്ചിട്ട് ഇവിടേക്ക് പാർക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് ശരിക്കൊക്കെ ചെയ്യട്ടെ, നമുക്ക് ഏത് പൊസിഷനാണ് വേണ്ടതെന്നുള്ളത്. അത് കൊള്ളാം. വേണ്ട, ഞാനിങ്ങനെ സ്ട്രൈറ്റ് ഇങ്ങനെ തന്നെ തൊട്ട് ഇപ്പുറത്തേക്ക് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇനി കൺഫേം കൊടുത്തു. പാർക്ക് വിത്ത് കീ ഫോബ്. ഇനി നമ്മൾ ഇറങ്ങണം വണ്ടി എന്നിട്ടാ നമ്മൾ ഇറങ്ങാം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് പിടിക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. ആ സമയത്ത് ഇത് വർക്കാവും എന്നാണ് പറയുന്നത്. യാസ്, മൂവ് ചെയ്യുന്നുണ്ട് സംഭവം. നൈസ് നൈസ് നൈസ്. നടക്കുക. പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം സംഭവിക്കും. തിരിയുന്നുണ്ട്. യാസ്, അടിപൊളി. അതിനകത്ത് ആരുമില്ല. സൂപ്പർ സൂപ്പർ. പക്ഷേ ഓട്ടോമാറ്റിക്കിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് പതുക്കെയാണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ കീ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രസ് ചെയ്യണം ഇതാക്കണം എന്നുള്ളത്. അപ്പോൾ പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഫ്രണ്ടിലും ബാക്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. വിട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ആവും. കംപ്ലീറ്റ്ലി പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെയും വർക്കാവും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാനത് ഇൻട്രപ്റ്റ് ചെയ്തു, കാരണം ലൈറ്റ് പോകുന്നതിന് മുന്നേ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് കീ വരുന്നത്. ഇത് നെക്കി പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഈ സെൻസർ സെൻസ് ചെയ്ത് മുന്നിലേക്കും ബാക്കിലേക്കും പോയിക്കൊണ്ടിരിക്കും. വിട്ട് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് പർപ്പസ്. എങ്ങനെയുണ്ട് സംഭവം? അപ്പോൾ ഇനി നമുക്ക് ട്രാക്കിലേക്ക് പോകാം. ഇനിയില്ലേ XEV90ൻ്റെ ടോപ്പ് സ്പീഡ് നമ്മളൊന്ന് ടച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. 202 ആണ് ടോപ്പ് സ്പീഡ് എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ 0 to 100 ഞാൻ ജസ്റ്റ് ഇതിനകത്തൊന്ന് കാണിക്കാട്ടാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. യെസ്, 80 90 100. ഇപ്പോൾ 100 എത്ര ആയി എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ സെക്കൻഡ് ഇതിലേക്ക് എത്തുമ്പോഴേക്കും 202 ടച്ച് ചെയ്യാമെന്ന് വിചാരിക്കണു. യെസ്, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാം. എൻ്റെ കൂടെ സജിത്തേട്ടനുണ്ട്. സജിത്തേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃഭൂമിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. നമ്മളൊക്കെ മുമ്പേ ഈ മേഖലയിൽ വന്ന് ഒരുപാട് കാലമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും മാതൃഭൂമിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ്. സജിത്തേട്ടൻ ഒരു ഹായ് പറയും ഞങ്ങളെ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ പുള്ളീൻ്റെ കൂടെ നമുക്കിതിൽ ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണ്. കർവ് എടുക്കൽ രസമാണ്. പക്ഷേ ഇവിടെ 150 വരെ കീപ്പ് ചെയ്യണമെന്ന് നിയമമുണ്ട്. യെസ്, ഇവിടെയാണ് നമുക്ക് മാക്സിമം സ്പീഡ് അച്ചീവ് ചെയ്യാൻ സാധാരണ പറ്റാറുള്ളത്. നോക്കാം, 180 190. കമോൺ 190 കഴിഞ്ഞാൽ സ്ലോ ആവുന്നു. 200 201 202. യെസ് യെസ് യെസ്. 200ൻ്റെ മുകളിലേക്ക് പോകണില്ല. 200 കഴിഞ്ഞപ്പോൾ അവർ നിർത്തിയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ 150ലേക്ക് തന്നെ കുറച്ചു. സൂപ്പർ, നൈസ് ഹാൻഡ്ലിങ്. സൈത്തേട്ടാ അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഒരു ഫീലും ഇല്ലല്ലോ. ഒന്നാമത് ഇത് ട്രാക്ക് ആയതിൻ്റെ ഒരു ഗുണമുണ്ട്. ഇതേപോലെ ആയിരിക്കില്ല ഹൈവേയിൽ. പക്ഷെ സ്റ്റിൽ ഇത് കാരണം ഇങ്ങനെ സ്ട്രൈറ്റ് കർവ് എന്തൊക്കെയാണ്. പക്ഷേ
പുഷിങ് ഒരു രക്ഷയില്ല. ഇനീഷ്യൽ റെസ്പോൺസ്, ത്രോട്ടിൽ, ആ മെയിൻറ്റെയിനിങ് ഒക്കെ നൈസ്. ശരിക്കും കുറച്ചുകൂടി ഒരു വെയിറ്റ് ഉള്ള വാഹനം ഉണ്ട്. പക്ഷേ ഈ ഒരു 150 എബോ പോകുമ്പോൾ കുറച്ച് വിൻഡ് നോയ്സ് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒന്നാമത് ഈ ഒരു സ്ഥലം കുറച്ച് കാറ്റടിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വിൻഡ് നോയ്സ് സ്വാഭാവികമായിട്ടും വരുമായിരിക്കും. പക്ഷേ ഹൈവേയിൽ കുറച്ചുകൂടി നമുക്കിത് പാക്കഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഹൈവേൻ്റെ ഭാഗം ഞാൻ ഹൈവേൻ്റെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാം. ശരിക്കും ട്രാക്ക് എക്സ്പീരിയൻസ് ഭയങ്കര അനുഭവം കേട്ടോ. എൻ്റെ കയ്യേറെ തട്ടിയിട്ട് ഹോൺ അടിച്ചതാണ്. യാ സൂപ്പർ സംഭവം, നൈസ് എക്സ്പീരിയൻസ് ആണ്, അടിപൊളി. XEV9e നമ്മൾ റോട്ടിൽ ഓടിക്കുന്ന സമയത്ത് എനിക്കിത് കുറച്ചുകൂടി വെയിറ്റ് ഉള്ളൊരു വണ്ടി എന്നുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് 79 kWh ഒരു ബാറ്ററി ആയതുകൊണ്ടാണോ ഇനി കുറച്ചുകൂടി വലിയ വണ്ടി ആയതുകൊണ്ടാണോ എന്നൊന്നും എനിക്കിപ്പം പറയാനൊരു ഇത് വന്നിട്ടില്ല. പക്ഷേ സ്റ്റിൽ ഇതൊരു കുറച്ചുകൂടി വെയിറ്റ് ഉള്ളൊരു വാഹനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സൈസിൽ വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ വെയിറ്റ് കുറച്ച് കൂടുതൽ, അതായത് കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ട്, കുറച്ചുകൂടി ഇപ്പോൾ നമ്മളൊരു ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു മൂവിങ് ഫീലൊക്കെ വരുന്ന സമയത്ത് കുറച്ചൊരു കനമുള്ള സാധനം വലിഞ്ഞു പോകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനെ കിട്ടുന്നുണ്ട്. അത് നല്ല കാര്യമാണ് സത്യത്തിൽ. ആ ഒരു വെയിറ്റ് വെച്ചിട്ട് 530 കിലോമീറ്ററോളം റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് നല്ലതാണ്. പിന്നെ നല്ല ഹാൻഡ്ലിംഗ് ആണ്, നല്ല റൈഡ് ക്വാളിറ്റിയാണ്. അഡാസ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ ചിന്തിച്ച് ഒന്നുകൂടി അഡാസ് ഒന്നുകൂടി അഗ്രസീവ് ആയിരുന്നോ എന്നൊരു സംശയം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഇങ്ങനെ ഒരു ലൈൻ കീപ്പ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ സമയത്ത് നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്തും സ്റ്റിയറിംഗ് വീൽ ഒന്നും കൂടി നമ്മൾ പിടിച്ചു വെക്കും. അതായത് ഇനി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മാറുകയാണോ എന്ന് സ്റ്റിയറിംഗ് വീൽ ഡിസൈഡ് ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ അഡാസ് അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്തെടുക്കുന്നുണ്ട്, അതും നൈസാണ്. മൊത്തത്തിൽ സസ്പെൻഷൻ ആ ഒരു വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള സസ്പെൻഷനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ഹലോ പറയുമ്പോൾ എക്കോ ഇതിനകത്ത് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. പിന്നെ അതിനകത്ത് വരുമോ എന്നുള്ളത് നോക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന് നോയ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ബാലൻസ്ഡാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി എന്താ പറയുക മെച്ചൂർഡായിട്ടുള്ളൊരു വാഹനം എന്നുള്ള ഫീല് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി വലിയ വാഹനമാണ്. ഇപ്പോൾ ഈ പുതിയതിറങ്ങിയ 2 വണ്ടിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഓടിക്കാൻ ഭയങ്കര രസമായിട്ട് തോന്നിയത് BE6E, അതായത് B6E ആണ്. അത് നെക്സ്റ്റ് ലെവൽ, നല്ല ഹാൻഡ്ലിംഗ് ആണ്. നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം സിഗ്സാഗ് അടിക്കാനും ഒക്കെ അത് കുറച്ചുകൂടി ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇത് കംഫർട്ടബിൾ അല്ല എന്നല്ല, ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ചോയ്സ് കുറച്ചുകൂടി അതാണ്. കാരണം ഇത് രണ്ട് സ്റ്റൈല് വണ്ടിയാണല്ലോ, അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ ഇത്രയാണ് XEV9e കുറിച്ച് പറയാനുള്ളത്. ശരിക്കും മഹീന്ദ്രയുടെ അടുത്തൊരു കിഡിലൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഇനി ഇതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം സോളിഡാണ്, എത്രമാത്രം പവർഫുൾ ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആണ്. പിന്നെ 7 എയർ ബാഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ടോപ്പ് എൻഡിലാണ്, ബേസിലേക്ക് വരുന്നത് 6 എയർ ബാഗ്. ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ്, അഡാസ് ഫീച്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അഡാസൊക്കെ ഇന്ത്യക്ക് വേണ്ടി സ്പെഷ്യലി മെയ്ഡ് ആണെന്നാണ് പറഞ്ഞത്. കാരണം ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണല്ലോ. എനിക്ക് തോന്നുന്നു വേറൊരു ഇന്ത്യൻ ബ്രാൻഡാണ് ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു കാര്യമുള്ളൂ, ഇന്ത്യക്ക് വേണ്ടി സ്പെഷ്യലി മെയ്ഡ്. എനിവേ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം അഡ്വാൻസ്ഡ് ആയിട്ട്, കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട്, പ്രീമിയം ആയിട്ട് ആണ് ഈ വാഹനം വന്നിട്ടുള്ളത്. 207 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സീറ്റും കാര്യങ്ങളൊക്കെ ഒരു വൈറ്റ് ആണ് എന്നുള്ളത് കുറച്ചൊരു ഇഷ്ടക്കുറവിന് കാരണമാക്കി. പക്ഷേ എന്ന് പറഞ്ഞാലും ഇപ്പോൾ കുറേ വണ്ടികൾ അങ്ങനെ വൈറ്റിൽ വരുന്നു. ഫ്യൂച്ചറിൽ വേറെ കളറിലും കൊണ്ടുവരായിരിക്കും. ചില ബ്രാൻഡും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. മഹീന്ദ്ര തന്നെ ഥാർ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നീട് അത് കളർ മാറ്റിയിറക്കി. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ XEV9e എന്ന് പറയുന്ന മോഡൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 24 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അപ്പം ആ ഒരു പ്രൈസിൽ ഇത് വെർത്താണോ, നിങ്ങൾക്ക് കണ്ടപ്പോൾ എന്ത് തോന്നി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് ഇതേപോലെ വീഡിയോകളൊക്കെ ചെയ്യാൻ കാരണമാവുന്നത്. നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും നമ്മുടെ ചാനൽ വളരുമ്പോഴൊക്കെയാണ് ബ്രാൻഡുകൾ നമ്മൾ ഇതേപോലെ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹായം തുടർന്നും ഉണ്ടാവണം. ഇതുവരെ നമ്മളെ വളരാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഇന്ന് ഈ ഒരു ഷൂട്ടും കൂടി കഴിഞ്ഞിട്ട് ഈ ഒരു ട്രാക്കിൽ നിന്ന് വിട പറയുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.